വേടനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പുലിപ്പല്ല് കേസ് അത് വിനയായി മാറിയിട്ടുണ്ടോ, അത് പുലിവാലായോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഒരൽപ്പം വൈകി, ക്ഷമിക്കണം താങ്കളിലേക്ക് എത്താൻ. ഇതിപ്പോൾ എങ്ങനെയാണ് വേടനെ കഴിഞ്ഞ ദിവസം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത് എന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ തോളിലും ഇടുപ്പിലുമൊക്കെ കൈവച്ചുകൊണ്ട് ഒരു കൊടും ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഈ നമ്മളൊക്കെ അത് മാധ്യമങ്ങൾ എല്ലാ ചാനലുകളും തത്സമയം കാണിച്ച കാഴ്ചയാണ്. ആ തരത്തിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? താങ്കൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ശ്രീജിത്ത്? അനുജ, അത് ബോധ്യപ്പെടേണ്ടത് എനിക്കല്ല. അത് നിലവിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുമില്ല. കാരണം ഇന്നലെ വന്നിരുന്ന വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന അനുസരിച്ച് വനം വകുപ്പ് ഇത് ഒറിജിനൽ പുലിനഖമാണ്, അല്ല പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചു എന്നാണ്. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല വസ്തുതകൾ എന്നാണ്. വനം വകുപ്പ് അത് സ്ഥിരീകരിച്ചു എന്ന് നമ്മൾ റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, അവരുടെ ബൈറ്റ് അതേപടി കൊടുക്കുകയാണ്. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നതാണ്. ഇത് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ പറയുന്നത് നമ്മളത് കേൾപ്പിക്കുകയാണ്. അല്ലാതെ അത് സ്ഥിരീകരിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്തോ അത് അതേപടി കേൾപ്പിക്കുന്നു. അല്ല, ഞാൻ 24 ന്യൂസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതല്ല. മറിച്ച് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ പൊതുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വനം വകുപ്പ് ഇത് ഒറിജിനൽ ആയിട്ടുള്ള പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത തെറ്റിദ്ധാരണാജനകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമാണ്. ആ വിഷയത്തിൽ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് പോലെ മന്ത്രിയെ ഒന്നും കുറ്റപ്പെടുത്തുകയോ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ്. അപ്പോൾ കോടതിയിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് കോടതി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, ഞാനതിനെ നീതി നിഷേധം എന്നാണ് കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ പുലിപ്പല്ല് ഒറിജിനലാണോ അല്ലയോ എന്നത് ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടാതെ, തെളിയിക്കപ്പെടാതെ അദ്ദേഹത്തിനെ ഒരു ദിവസം അനാവശ്യമായിട്ട് കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതൊരു നീതി നിഷേധമാണ്. പ്രത്യേകിച്ച് അത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ പ്രിവിലേജ് ലഭിക്കേണ്ടുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളാകുമ്പോൾ അത് സാധാരണ ഒരാളിനെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഗ്രാവിറ്റിയിൽ വേണം ആ ഒരു വിഷയം കാണാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന കഞ്ചാവ് കേസുമായി ബന്ധമൊന്നുമില്ല, അതുമായി താരതമ്യം ചെയ്തുമല്ല ഞാൻ പറഞ്ഞത്. ഇതിനെ മാത്രം ഒരു സോളിറ്റ്യൂഡിൽ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ലഭിക്കേണ്ടതായിട്ടുള്ള ചില പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു, നിയമപരമായിട്ട് കിട്ടേണ്ടുന്ന ചില പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. ആ പ്രിവിലേജുകൾ അവിടെ നിഷേധിക്കപ്പെട്ടു എന്നാണ് കോടതിയുടെ പരാമർശത്തിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം. അപ്പോഴാണ് ആ ചോദ്യം ഉയർന്നത് ശ്രീജിത്ത് പണിക്കർ. ഇപ്പൊ ഇത് മറ്റാരെങ്കിലും ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ തരത്തിലേക്ക് കൈകാര്യം ചെയ്യപ്പെടുമായിരുന്നോ? എന്തുകൊണ്ട് വേടൻ? ആ ചോദ്യം അവിടെ പ്രസക്തമല്ലേ? അല്ല, അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ താരതമ്യം ചെയ്യുന്നത് മറ്റാരെങ്കിലും എന്ന് പറയുന്നത് പോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. നടൻ മോഹൻലാൽ എന്ന് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് തന്നെ പറയുന്നുണ്ട്. ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ തന്നെ നമ്മളോടൊപ്പമുള്ള ശ്രീ ദിനുവയിൽ പറഞ്ഞത് മോഹൻലാലിന്റെ കാര്യത്തിൽ പറഞ്ഞത് വിശ്വസിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല വസ്തുതകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞത് വിശ്വസിക്കുകയായിരുന്നില്ല, മറിച്ച് രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. അതായത് അവിടെ 2 സെറ്റ് ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നു. ആ 2 സെറ്റ് ആനക്കൊമ്പുകളും ഓൺ ചെയ്തിരുന്ന ആൾക്കാരുടെ പേര് കൃഷ്ണകുമാർ എന്നാണ്. അത് ഒരു കൃഷ്ണകുമാർ അല്ല, 2 കൃഷ്ണകുമാർമാരാണ്. അപ്പോൾ അതിൽ ഒന്നിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തം ആന, 1986 ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ആന ചെരിഞ്ഞു, അത് ഓണർ എന്ന രീതിയിൽ അദ്ദേഹത്തിനുള്ള അവകാശം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമുണ്ട്. ഈ എല്ലാ രേഖകളും വനം വകുപ്പിനെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ ഹാജരാക്കിയതാണ്. ഒന്നാമത്തെ കാര്യം. ഇത് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം സംസ്ഥാന സർക്കാർ തന്നെ അത് സ്ഥിരീകരിച്ചു കൊടുത്തതുമാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയല്ലേ? പിന്നീട് അത് സ്റ്റേ ആയി കിടക്കുകയാണ് അല്ലേ? അല്ല, അങ്ങനെയല്ല. അതായത് 2016 ഈ കേസ് നടക്കുന്നതിനിടെ അദ്ദേഹത്തിന് നിയമപരമായി തന്നെ ഇതിന്റെ ഈ 2 സെറ്റിന്റെയും അവകാശം നിയമപരമായി തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ സംസ്ഥാന സർക്കാർ തന്നെ അദ്ദേഹത്തിനെ പറയുന്നത് പ്രിവിലേജിനാണോ എന്നാണ്. എന്തോ ശ്രീജിത്ത് പണിക്കർ, അവിടെ ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പെറ്റീഷൻസും കൃത്യമായി വായിച്ചിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിനടക്കം വന്നിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ 2011 ഇത്തരം ഒരു കാര്യം രജിസ്റ്റർ ചെയ്തതിനു ശേഷം, ആ സമയം 2011 രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പറയുന്ന പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഇല്ലായിരുന്നു. ഈ ലൈസൻസ് പിന്നീട് സ്പെഷ്യൽ പവർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് 2016-15 കാലഘട്ടത്തിൽ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഈ വൈൽഡ് ലൈഫ് ആക്ട് പറയുന്ന പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് പറയുന്ന സമയത്ത് ഇല്ലെങ്കിൽ അത് പരിഗണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും ഹൈക്കോടതിയിൽ പെൻഡിങ് ഡിസിഷനാണ്.
അല്ല നോക്കൂ, ഇതിൽ താങ്കൾ പറഞ്ഞത് ഞാൻ ഫാക്ച്വലായിട്ട് തെറ്റു പറഞ്ഞു എന്നാണ്, ഫാക്ച്വൽ എറർ ഉള്ളതാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നതിലെ ഫാക്ച്വലായിട്ടുള്ള ഒരു കാര്യത്തിനെയും താങ്കൾ ഇവിടെ തിരുത്തിയിട്ടുമില്ല. ഞാൻ പറഞ്ഞതും ഈ കേസ് എന്നാണ് 2 സെറ്റ് ആനക്കൊമ്പുണ്ട്. അതെ, ലൈസൻസ് ഈ ഇപ്പോൾ രണ്ട് നമ്മൾ ഇല്ലായിരുന്നു. ഇതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ ലൈസൻസ് നമുക്ക് ഇല്ലായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീജിത്ത്, ഞാനൊന്ന് ഇടപെട്ട് പറയട്ടെ. ഇപ്പോൾ അല്ലല്ല, ഇതൊക്കെ നമ്മൾ അങ്ങനെയല്ല. ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയി പറഞ്ഞ് അത് കോടതിയിലേക്ക് വളരെ വിശദമായി ചെന്ന് അതിന്റെ തെളിവുകളും ഇതെല്ലാം ഹാജരാക്കുന്ന കാര്യമാണ് താങ്കൾ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. പക്ഷേ ഈ വേടന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് ശ്രീജിത്ത് പണിക്കർ? വേടന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പോൾ ഈ 1972 വന നിയമത്തിലെ വകുപ്പ് 39, 51, അതുപോലെ 49B, 9 ഇതടക്കം മൃഗവേട്ട ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം പ്രഥമ ദൃഷ്ട്യാ ചുമത്തിയിരിക്കുകയാണ്. അതെന്തടിസ്ഥാനത്തിലാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം മറ്റേതെങ്കിലും ഒരാളായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചോദിക്കുന്നത് അതാണ്. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുക? അല്ല, ഏതാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോഹൻലാലിനെ നിങ്ങൾ കേസിൽ നിന്ന് വെറുതെ വിട്ടു എന്നാണോ പറയുന്നത്? ഫോറസ്റ്റ് കൊടുത്തിരിക്കുന്ന കേസിലെ ചാർജ് ഷീറ്റിലെ 1-ാം പ്രതിയാണ് മോഹൻലാൽ. അല്ലെന്ന് ആരെങ്കിലും പറയട്ടെ. ഫോറസ്റ്റ് ചാർജ് ചെയ്തിരിക്കുന്ന കേസിലെ 1-ാം പ്രതിയുടെ പേര് മോഹൻലാൽ വി എന്നാണ്. ആണോ? ആണോ അല്ലയോ? അദ്ദേഹത്തിന് എന്ത് പ്രിവിലേജാണ് കിട്ടിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഈ ആനക്കൊമ്പുകൾ കൃത്യമായിട്ട് സർക്കാരിന്റെ കണക്കുകളിലേക്ക് അവിടെ എഴുതുകയും പിന്നീട് അതിലൊരു ഇപ്പൊ ഈ അണ്ടർടേക്കിംഗ് ആനക്കൊമ്പ് നിയമപരമായി അങ്ങനെയെങ്കിൽ പോലും കൊടുക്കുന്ന ആനക്കൊമ്പ് സമയത്ത് കണ്ടെത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഈ തരത്തിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടന്നതായി താങ്കൾക്കറിയാമോ? അല്ല, അങ്ങനെ പിടിച്ചിരിക്കുന്നത് ശരിയാണെന്നാണ് ഞാൻ അഭിപ്രായം പറഞ്ഞു. വേടന്റെ കാര്യത്തിൽ അങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് അല്ല, ശരിയാണെന്ന് ഞാൻ അതാണ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ അത് അതല്ല ഞാൻ ശരിയാണെന്ന് പറഞ്ഞോ എന്നുള്ളതല്ല. എന്റെ ചോദ്യം അനുജ, ഇതാണ്. അല്ല, എന്റെ ചോദ്യം ഇതാണ്, ഇത് എന്തുകൊണ്ട് ഇതിവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും തിരിച്ചറിയപ്പെടേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കല്ലേ ഇത് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്? ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീജിത്ത്. അനുജ, ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ താങ്കൾ മറ്റൊരു ചോദ്യമല്ല ചോദിക്കേണ്ടത്. പറയൂ. ഒന്നാമത്തെ കാര്യം ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് എന്താണ്? വേടന്റെ കാര്യത്തിൽ ഒരു നീതി നിഷേധം ഉണ്ടായി എന്നാണോ അല്ലയോ ഞാൻ പറഞ്ഞത്? വേടന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള നീതി കിട്ടുകയും അത് ഒറിജിനൽ ആയിട്ടുള്ള പുലിപ്പല്ലാണോ അല്ലയോ എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കാതെ അദ്ദേഹത്തിനെ അകാരണമായിട്ട് ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നീതി നിഷേധമാണ് എന്നും, പ്രത്യേകിച്ച് അത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിവിലേജ് കിട്ടേണ്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടയാളായതുകൊണ്ട് അത് അതിനേക്കാൾ സാധാരണ ഒരാൾക്കുള്ളതിനേക്കാൾ കൂടുതൽ കുറ്റമാണ് എന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്റെ അല്ല, അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് വേണ്ട. ഇപ്പൊ ദിനു പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നും വേണ്ട. സാധാരണ മനുഷ്യന് കിട്ടുന്ന നീതി അത് മതി. സാധാരണക്കാരന് കിട്ടുന്ന നീതി അത് മാത്രം മതി. ആ നീതി നിഷേധം അരുത്. അതാണ് ആവശ്യപ്പെടുന്നത്. ആ പ്രിവിലേജ് തീരുമാനിക്കേണ്ടത് ദിനുവോ അനുജയോ അല്ല, ഈ നാട്ടിലെ നിയമങ്ങളാണ്. ഈ നാട്ടിലെ നിയമങ്ങൾ, നിങ്ങൾ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിലും ഇല്ല എങ്കിലും ആ നിയമങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നൽകും. അല്ലാന്ന് ദിനു പറയട്ടെ, എനിക്കിത് ആവശ്യമില്ല, എനിക്ക് മറ്റൊരു സാധാരണ പൗരന്റെ പോലെയുള്ള പ്രൊട്ടക്ഷൻ മതി എന്ന് പറഞ്ഞാലൊന്നും ഈ നാട്ടിലെ നിയമത്തിൽ നിന്നും മാറില്ല. അപ്പൊ അതൊന്നും പറയരുത്. ഞാൻ പറയുന്നത് മോഹൻലാലിനെതിരെ ഇവിടെ നടന്നിരുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിനെ ഇവിടെ വെറുതെ വിടുകയല്ല ചെയ്തിരുന്നത്, മറിച്ച് അദ്ദേഹം ഇവിടെ പറയുകയല്ല, ദിനു പറഞ്ഞിരുന്നത് പറഞ്ഞു എന്നാണ്. അവിടെയാണ് ഫാക്ച്വൽ എറർ. പറയുകയല്ല, മറിച്ച് ഈ രേഖകൾ ഇവിടെ കൈമാറ്റം ചെയ്തു. ഈ രേഖകൾ കൈമാറ്റം ചെയ്തതുപോലെ തന്നെ 2-ാമത്തെ സെറ്റ് ആനക്കൊമ്പിന്റെ കാര്യത്തിലും ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, അത് മറ്റൊരു വ്യക്തിയുടെ കയ്യിലുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും പിന്നെ കൃഷ്ണകുമാർ എന്നാണ്. നളിനി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരാളിന്റെ പൊസഷനിലുള്ള വളരെ പഴക്കം ചെന്നിരിക്കുന്ന തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സെറ്റായിരുന്നു. നമുക്കറിയാമല്ലോ, ഈ കഥകളിൽ കേട്ടല്ലോ, എടുത്തുകൊണ്ട് പോകാവുന്നതും അവിടെ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തതുമായിട്ടുള്ള 2 സെറ്റുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി അവിടെ കൊടുത്തതിന് ശേഷവും അദ്ദേഹത്തിനെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് കേസിട്ടു. പിന്നെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റഡിയിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രൊറഗേറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേടന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാതെയാണ് അവരെ എടുത്തിട്ടുള്ളത് എങ്കിൽ അത് തെറ്റാണ്. പക്ഷേ മോഹൻലാലിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് അദ്ദേഹത്തിന് ആനുകൂല്യം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ദിനു പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. 2016 അദ്ദേഹത്തിന് നേരത്തെ കൊടുത്തിരിക്കുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൈൽഡ് ലൈഫ് കൺസർവേറ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ പരിശോധിച്ചതിന് ശേഷം ഇത് അദ്ദേഹത്തിന് കൈവശം വെക്കാവുന്നതാണ് എന്ന രീതിയിലേക്ക് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ വേടന് ആരോ ഒരാൾ ഇപ്പൊ ഇത് കൊടുത്തിരിക്കുന്നു. അത് ആരാണ് കൊടുത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ആ ആളിനെ പറ്റി അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇത് കൊടുത്തിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ? ഈ കാര്യങ്ങളൊന്നുമില്ല. മോഹൻലാലിന്റെ കാര്യത്തിൽ ഈ രേഖകളുണ്ട്. ഇനി ഇത് ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ആ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിലാക്കുന്ന നിയമപരമായിട്ടുള്ള കാര്യവും അദ്ദേഹം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു വകുപ്പ് കൊടുത്തിരിക്കുന്ന കേസിലെ 1-ാം പ്രതി അതേ സർക്കാർ തന്നെ അദ്ദേഹത്തിന് പിൽക്കാലത്ത് ഇതേ കാര്യത്തിന് വേണ്ടി ലീഗലൈസ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റും കൊടുത്തു. ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് അത് രേഖപ്പെടുത്താം. അതിനുശേഷം ഒരു അന്വേഷണം നടത്താം. എന്നിട്ടുള്ള കണ്ടെത്തലിന്റെ അടുത്ത നടപടിയിലേക്ക് അങ്ങനെയാണല്ലോ പോകേണ്ടത്. ഇത് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ്.
അതെ, ആ ചോദ്യമാണ് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് വേടൻ ഇത് സംഭവിച്ചു? അനുജ, നിശ്ചയമായും അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ ചാർജ് ഷീറ്റിൽ പെടുത്തുന്നതും കേരള സർക്കാർ, അദ്ദേഹത്തിന് ഇത് ലീഗലായിട്ട് കൊടുക്കുന്നതും കേരള സർക്കാർ. അതുകൊണ്ട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അനുജ ചോദിച്ച ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ മറുപടിയാണ്. അതായത് അത് നിലനിൽക്കില്ല എന്നുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇത് ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ഇവിടെ വന്നു. ഇപ്പൊ അതിന് കോടതി പറഞ്ഞിരിക്കുന്നതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്, ആ കോടതിയുടെ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നേ. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിന് ചലഞ്ച് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. മോഹൻലാൽ മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനുള്ള അധികാരമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അത് ലീഗലാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ പോയിട്ടുണ്ട്. ഒപ്പം മോഹൻലാൽ അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പെരുമ്പാവൂർ കോടതി തന്നെ അല്ല പറ്റില്ല, ഇതിൽ ഈ സർക്കാർ ഇത് കേസ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തിരുന്ന സമയത്ത് ഹൈക്കോടതിയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിയമപരമായി നടന്നു, ഒരു പ്രിവിലേജും കിട്ടിയിട്ടില്ലെന്നേ. എന്ത് പ്രിവിലേജാ ഉള്ളത്? അദ്ദേഹത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തോ? 2012 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ നിന്ന് 12-13 വർഷം കഴിയുമ്പോഴും മോഹൻലാൽ ഒന്നാം പ്രതിയാണെന്നേ. അതിലെവിടെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണെങ്കിലുള്ള ഗുണം? ശ്രീജിത്ത് പണിക്കരാണെങ്കിലും അനുജയാണെങ്കിലും ദിനുവയിലാണെങ്കിലും ഒരേ രീതിയിലാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന പ്രകടമായ വ്യത്യാസം, വേടന്റെ കേസിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അനാവശ്യമായി കസ്റ്റഡിയിൽ എടുത്തു. അതെ, അത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു എന്നുള്ളതാണ്.